വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അങ്ങനെ വിഷ്ണുവിൻ്റെ ആ ഒരു ജോലി ഏറ്റെടുത്ത് ഭാമയുടെ കൂടെ നിൽക്കാനായിട്ട് ശിവൻ ഇവിടെ തയ്യാറാവുകയാണ്. ഇത് ജോലിയല്ല, ശിവൻ്റെ താണ്ഡവമാണ് ഇനി നടക്കാൻ പോകുന്നത്. എല്ലാവരോടും പറഞ്ഞേക്ക്, ശിവൻ ആ ജോലി അതങ്ങോട്ട് തുടങ്ങുകയാണ്. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനോട് എല്ലാവരോടും പറഞ്ഞേക്ക് ഒരുങ്ങിയിരുന്നോളാൻ എന്നിങ്ങനെ ശിവനാണെങ്കിൽ ആകെ ഉഷാറിൽ പറയുന്നത് കേൾക്കുമ്പോൾ പിള്ളയ്ക്കും രോഹിത്തിനും ഒക്കെ ആകെപ്പാടെ അങ്ങോട്ട് സന്തോഷമാകുന്നുണ്ട്. അതേസമയം അവിടെ ശാലിനിയാണെങ്കിൽ മധുരയിൽ നിന്നും തിരികെ ശാരദാമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം അറിഞ്ഞ കാര്യങ്ങളെല്ലാം ശാരദാമ്മയോട് പറയുമ്പോൾ ശാരദാമ്മ എന്തു പറഞ്ഞ് ശാലിനി ആശ്വസിപ്പിക്കും എന്നുള്ള രീതിക്ക് നിൽക്കുകയാണ്. പക്ഷെ ശാലിനി ഒട്ടും വിശ്വസിക്കാനായിട്ട് നടന്നതെല്ലാം വിഷ്ണുവിനെക്കുറിച്ചുള്ള അന്വേഷണം അല്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് ശാലിനി നിൽക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ശാരദാമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ കേട്ടതൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്ന് അമ്മയ്ക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുകയാണ്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്ന ആൾ പാതി വഴിക്ക് എന്നെ ഇട്ടിട്ട് പോകുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ ശാരദാമ്മയ്ക്കൊന്നും പറയാനും സാധിക്കുന്നില്ല. ആകെ ഒരു വെപ്രാളത്തിൽ ശാരദാമ്മ നിൽക്കുകയാണ്. അതിനുശേഷം ശാലിനിയെ കെട്ടിപ്പിടിച്ച് കരയാനേ ശാരദാമ്മയ്ക്ക് സാധിക്കുകയുള്ളൂ എന്ന് തോന്നുന്നു. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാൻ പറ്റാതെ നിൽക്കുന്ന ഈ രണ്ട് സീനുകളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി വിഷ്ണു ഇവിടെ രോഹിത്തിനോടൊപ്പം അല്ലെങ്കിൽ പിള്ളയോടൊപ്പം പിന്നെ ജോലിക്ക് ആ ഒരു സത്യഭാമയ്ക്ക് പൈസ കൊടുക്കാനുള്ള എല്ലാവരെയും പോയി കണ്ട് പൈസ എന്ന ഒരു ഏർപ്പാടാണ്. ഇനി വിഷ്ണുവിൻ്റെ ജീപ്പിലായിരിക്കും മിക്കവാറും ശിവൻ ഇനി പോകുന്നതും വരുന്നതും ഒക്കെ. അങ്ങനെയുള്ള സീൻ കൂടി ഉണ്ടാകുമെന്ന് തോന്നുന്നു. പക്ഷേ ഇനി ഈ ഒരു വിഷ്ണുവിൻ്റെ സ്ഥാനം ശിവനിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. വിഷ്ണുവിൻ്റെ ആ ഒരു ഒളിച്ചോടലിന് പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളിവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ ആ ഒരു രേഷ്മയുടെ വീട്ടിൽ നിന്ന് ആ പെൺകുട്ടിയാണെങ്കിൽ ആ ഒരു ശെൽവത്തിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടു. അതിനും എന്തൊക്കെയോ ഇനി ഇടയ്ക്ക് എന്തൊക്കെയോ കഥകളൊക്കെ ഉണ്ടാകണം. എന്താകും എന്നുള്ളത് നമുക്ക് വഴി നോക്കാം. ഓക്കെ, താങ്ക് യു.